ഹലോ, എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല മഴ സമയത്ത് 4 മണിക്ക് സ്വാദിഷ്ടമായി ഉണ്ടാക്കാവുന്ന നല്ല നെയ്യപ്പം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ആദ്യം നമ്മൾ 3 അച്ച് ശർക്കര പാകത്തിന് വെള്ളം ചേർത്ത് ഉരുക്കിയെടുക്കണം. എന്നിട്ട് കുതിർത്ത് വെച്ച 1.5 കപ്പ് പച്ചരി നന്നായി കഴുകിയെടുക്കണം. എന്നിട്ട് അത് മിക്സി ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി മിക്സിയിലോട്ട് കുറച്ച് തേങ്ങ, ഒരു കയ്യിൽ ചോറ്, കുറച്ച് ചെറിയ ജീരകം, 2-3 ഏലക്കായും ചേർത്ത് ചൂടാറിയ ശർക്കര പാനിയിൽ നിന്ന് കുറച്ചെടുത്ത് അരച്ച് എടുക്കണം. നന്നായി അരയ്ക്കാതെ കുറച്ച് തരിതരിയായി വേണം അടിച്ചെടുക്കാൻ. ഇനി മിക്സിയിൽ നിന്ന് മാറ്റി ബാക്കിയുള്ള ശർക്കര പാനിയും ചേർത്ത് ഇളക്കുക. ഇനി നമുക്ക് മൈദ ചേർക്കാം. ഞാനിവിടെ ആദ്യം ഒരു തവി മൈദയാണ് ചേർത്തത്. അത് ചേർത്തപ്പോഴും കുറച്ച് ലൂസായതുകൊണ്ട് നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസി ആവാൻ വേണ്ടി ഞാൻ ഒരു തവി കൂടി മൈദ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ബാറ്ററിൻ്റെ അളവിന് ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് അല്പം ഉപ്പ് ചേർക്കാം. നമ്മുടെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു നുള്ളു ബേക്കിംഗ് സോഡ ആഡ് ചെയ്യാം, അത് ഓപ്ഷണലാണ്. പിന്നെ ഞങ്ങളിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നൊന്നുമില്ല, ഇപ്പം തന്നെ ചുടുവാണ്. റെസ്റ്റ് ചെയ്യാതെ തന്നെ ഞങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് നമുക്ക് തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കാം. വെളിച്ചെണ്ണയിലാണ് ഞങ്ങൾ ചെയ്യുന്നത്, കാരണം നമ്മൾ ചുടുമ്പോഴും ഈ എണ്ണയിലാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ ചെയ്യുമ്പോഴാണ് ഒന്നുകൂടി ടേസ്റ്റ് കിട്ടുക, അതുകൊണ്ടാണ്. ഇനി വറുത്ത് കോരി വെച്ച തേങ്ങാക്കൊത്ത് നമുക്ക് മാവിലോട്ട് ചേർത്ത് കൊടുത്ത് ഇളക്കാം. വേണമെങ്കിൽ അല്പം കറുത്ത എള്ളും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചട്ടി വെച്ച് ചുട്ട് തുടങ്ങാം. നിങ്ങൾക്ക് കാണാൻ കഴിയും, നമ്മുടെ നെയ്യപ്പം നല്ല അടിപൊളിയായിട്ട് പൊന്തി വരുന്നുണ്ട്. നമ്മൾ കൂടുതൽ നേരം റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചിട്ടില്ല. സത്യം പറഞ്ഞാൽ ചട്ടി ചൂടാക്കുന്ന ആ ഒരു സമയം മാത്രമേ നമ്മൾ വെച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്താൽ ഇതുപോലെ അടിപൊളിയായിട്ട് നിങ്ങൾക്കും കിട്ടും. നെയ്യപ്പം ഒന്ന് ബ്രൗൺ കളർ ആയാൽ അത് മറിച്ചിട്ടിട്ട് ഒന്ന് ചുട്ടെടുക്കാം. നെയ്യപ്പത്തിൻ്റെ വക്കൊക്കെ മുരിഞ്ഞാൽ നമുക്കത് സെർവ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ ബാക്കിയുള്ളതും ചുട്ടെടുക്കാം. നമ്മുടെ നെയ്യപ്പം എല്ലാം നന്നായി പൊന്തി വരുന്നുണ്ട്. നമ്മളിവിടെ സോഫ്റ്റ് നല്ല അടിപൊളി നെയ്യപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലൈക്കും സബ്സ്ക്രൈബും സപ്പോർട്ടും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. നിങ്ങളെങ്ങനെ ഉണ്ടാക്കിയിട്ട് അടിപൊളിയാണോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റിൽ പറയണം. ഇനിയും ഇതുപോലെ സിമ്പിളായിട്ടുള്ള റെസിപ്പീസുമായി ഇനിയും വരും. ബൈ.